പാനൂർ സ്ഫോടനം സംസ്ഥാന വ്യാപക പരിശോധനയ്ക്ക് നിർദ്ദേശം. പരിശോധനയ്ക്ക് കേന്ദ്രസേനയും. കണ്ണൂർ പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് പരിശോധന ശക്തമാക്കാൻ ഒരുങ്ങി പോലീസ്. ADGP MR അജിത് കുമാർ ഇത് സംബന്ധിച്ച് വിവിധ മേഖലയുടെ ചുമതലയുള്ളവർക്ക് നിർദ്ദേശം നൽകി. നേരത്തെ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരെയും നിരീക്ഷിക്കും. സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന സ്ഫോടനങ്ങളിലൂടെ പോലീസിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നതായി ADGP വിമർശിച്ചു. ബോംബ് സ്ഫോടനമുണ്ടായ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് മാനസിക പിന്തുണ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ആവശ്യമെങ്കിൽ SNG സേവനം ആവശ്യപ്പെടാം. അതേസമയം ADGP, ജില്ലാ പോലീസ് മേധാവിമാർ എന്നിവരുമായി കൂടിയാലോചന നടത്തിയ ശേഷം തീരുമാനമെടുക്കാവൂ എന്നാണ് നിർദ്ദേശം. സ്ഫോടനം നടന്ന സ്ഥലങ്ങളിൽ ദ്രുതകർമ്മസേനയെ നിയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തലസ്ഥാനത്ത് ബക്കറ്റ് പിരിവിനിറങ്ങി കോൺഗ്രസ് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതിനെ തുടർന്ന് തലസ്ഥാനത്ത് ബക്കറ്റ് പിരിവിനിറങ്ങി KPCC. നരേന്ദ്രമോദിയുടെ കോൺഗ്രസ് ദ്രോഹ നടപടികൾക്കെതിരായി AICCയുടെ ആഹ്വാനം ഏറ്റെടുത്താണ് KPCC ബക്കറ്റ് പിരിവിനായി ഇറങ്ങിയത്. MM ഹസൻ അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് പിരിവ് നടന്നത്. സാധാരണക്കാരുടെ കയ്യിൽ നിന്നും തൊഴിലാളികളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന കാശ് മതി തങ്ങൾക്കെന്നും അതിന് വലിയ വിലയുണ്ടെന്നും MM ഹസൻ പറഞ്ഞു. കേരളത്തിലുടനീളം UDF പ്രവർത്തകർ പിരിവ് നടത്താനാണ് തീരുമാനമെന്നും MM ഹസൻ അറിയിച്ചു. രസീത് കൊടുത്താണ് പണപ്പിരിവ്. കോൺഗ്രസ് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ പ്രവർത്തനങ്ങൾക്കോ അടക്കം പണമില്ലാതെ പ്രതിസന്ധിയിലാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ മോദിയുടെ നീക്കമാണിതെന്നും പിരിവ് നടത്തി ഇതിനെ ചെറുക്കുമെന്നും നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നതാണ്. വെള്ളാപ്പള്ളി നടേശൻ പാനൽ വിജയിച്ചു. ആലപ്പുഴ കണിച്ചുകുളങ്ങരയിലെ ദേവസ്വം ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ നയിച്ച പാനൽ വിജയിച്ചു. വെള്ളാപ്പള്ളിയുടെ പാനലിലെ 15 പേരും വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. 17 അംഗ ഭരണസമിതിയിൽ 2 പേർ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജപ്തി ചെയ്ത് സീൽ വെച്ച് വീട് കുത്തിത്തുറന്നു കയറി. ദമ്പതികൾക്കെതിരെ കേസ്. ബാങ്ക് ജപ്തി ചെയ്ത് സീൽ വെച്ച വീട് രാത്രിയിലെത്തി പൂട്ടുപൊളിച്ച് കയറിയ സംഭവത്തിൽ ദമ്പതികൾക്കെതിരെ കേസ്. നെടുങ്കണ്ടം ചെമ്പകക്കുഴി വെള്ളക്കോട്ട് ബോബി, ഭാര്യ ജോബിമോൾ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിന് 25 ലക്ഷത്തിലധികം രൂപ ബാധ്യതയുള്ളതിനാൽ കോടതി ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസം പോലീസ് സാന്നിധ്യത്തിൽ ബാങ്ക് അധികൃതരെത്തി ജപ്തി ചെയ്ത് വീട് പൂട്ടി സീൽ ചെയ്തിരുന്നു. 2 സെക്യൂരിറ്റികളെയും കാവലേർപ്പെടുത്തിയിരുന്നു. എന്നാൽ രാത്രി 10 മണിയോടെ ബോബിയും ഭാര്യയും വീട്ടിലെത്തി സെക്യൂരിറ്റികളെ ഭീഷണിപ്പെടുത്തി പൂട്ടും സീലും അടിച്ചു തകർത്ത് അനധികൃതമായി വീടിനുള്ളിൽ കയറുകയായിരുന്നു. മോദി വീണ്ടും കേരളത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക്. കുന്നംകുളത്തോ ഇരിങ്ങാലക്കുടിയിലോ ഏപ്രിൽ 15-ന് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുമെന്നാണ് റിപ്പോർട്ട്. സമീപ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും റോഡ് ഷോയും ഉണ്ടാകും. ആലത്തൂർ മണ്ഡലത്തിൽ പൊതുസമ്മേളനവും റോഡ് ഷോയും നടത്താനാണ് BJP കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. എന്നാൽ കരുവന്നൂരിൽ റോഡ് ഷോ വേണമെന്നാണ് കേരള BJP നേതൃത്വത്തിന്റെ ആവശ്യം. അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം.